ഓർ ക്വസ്റ്റ്യൻസിന്റെ രണ്ട് ഓപ്ഷനും എഴുതാൻ പറ്റുമോ, രണ്ട് ഓപ്ഷനും എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നുള്ള സംശയം പല കുട്ടികൾക്കും ഉണ്ട്. ഇത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത്ര അപ്ഡേറ്റ്സ് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. എല്ലാ എക്സാമിനും നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതിൽ ക്വസ്റ്റ്യനിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പ്രത്യേകം തന്നെ പറയാം. മിക്കവാറും അതിൽ ഒന്ന് തന്നെയാണ് മിക്കവാറും ആൾക്കാർ എഴുതുക. പക്ഷേ സമയമുള്ള ആൾക്കാർ ഓർ ക്വസ്റ്റ്യൻസിന്റെ രണ്ട് ഓപ്ഷൻസും എഴുതാറുണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂഷൻ എങ്ങനെ? ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണോ ഏറ്റവും നന്നായിട്ട് ആൻസർ ആയിട്ട് എഴുതിയത്, ഏതാണോ ഏറ്റവും അടിപൊളിയായിട്ട് എഴുതിയത്, അതിനാണ് അവർ മാർക്ക് കൊടുക്കുക. എന്തായാലും രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. രണ്ടിൽ ഏതെങ്കിലും ഒന്നിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അത് തന്നെ ഏറ്റവും നന്നായിട്ട് എഴുതിയത് ഏതാണോ അതിനാണ് മാർക്ക് കിട്ടുക. പിന്നെ ചില കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ആദ്യം എഴുതിയത് ഏതാണോ അതാണോ പരിഗണിക്കുക. രണ്ട് ഓപ്ഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണോ ഏറ്റവും നന്നായി എഴുതിയിട്ടുള്ളത് അതിനാണ് മാർക്ക് കിട്ടുക. പക്ഷേ നിങ്ങൾ രണ്ട് ഓപ്ഷൻ എഴുതാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അവിടെ സമയം നഷ്ടപ്പെടും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. രണ്ട് ഓപ്ഷൻ, രണ്ട് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് അത് മാത്രം എഴുതുക. രണ്ടും എഴുതാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അവിടെ ഒരുപാട് സമയം നഷ്ടമാകുന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ എന്നാൽ അതിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന കാര്യം മാത്രം നിങ്ങൾ എഴുതുക. നിങ്ങൾ രണ്ട് ഓപ്ഷൻ എഴുതാണ് നിങ്ങൾക്ക് അതിൻ്റെയും ബാക്കിയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള സമയം കുറയ്ക്കുന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയല്ലോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം എക്സാം റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ.